ഹലോ, നമുക്ക് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ചൊരു നല്ലൊരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അരമൂടി തേങ്ങ മതിയാവും. 2 വെളുത്തുള്ളി, 6 ചെറിയുള്ളി, ചെറിയ പട്ട, ഗ്രാമ്പു, കുരുമുളക്, ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ശേഷം നമുക്ക് സ്റ്റൗവിലിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു സവാള അരിഞ്ഞത് നമുക്ക് ചേർക്കാം. സവാള വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇത് 3 കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് മതിയാവും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി വന്ന ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് 150 ഗ്രാം ഗ്രീൻ പീസാണ്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്, അത് ഇതിലോട്ടിടാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് അരച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.